പത്തനംതിട്ട പീഡനക്കേസിൽ 13 പേർ കൂടി കസ്റ്റഡിയിൽ. എഫ്ഐആറുകളുടെ എണ്ണം 9 കൂടുതൽ പ്രതികൾക്കായി ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അതിനിടെ പത്തനംതിട്ട പീഡനക്കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ദേശീയ വനിതാ കമ്മീഷനെ അറിയിക്കണം. സുതാര്യമായ അന്വേഷണം ഉറപ്പാക്കി എല്ലാ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു. ശശിനാരായണൻ, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം സമീപകാലത്തൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഒരു സംഭവമായി ഇത് മാറുകയാണ്. പെൺകുട്ടിയുടെ മൊഴി, അത് നൽകുന്ന സൂചനകൾ, അന്വേഷണ സംഘത്തിനുമുള്ള വെല്ലുവിളി, പ്രതികളിൽ പലരും വിദേശത്താണ് എന്നതൊക്കെ വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇതിനിടയിലാണ് 13 പേർ കൂടി വീണ്ടും പിടിയിലാവുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം? നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ കൂടുതൽ ക്രോഡീകരണം, കോർഡിനേഷൻ ഈ അന്വേഷണ സംഘത്തിന് മേൽ ഉണ്ടാവുന്നുണ്ട്. സജിത്തെ, പത്തനംതിട്ടയിലെ പീഡന കേസുമായി ബന്ധപ്പെട്ട് 20 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. 13 പേർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലും ഒക്കെ പോലീസ് നടത്തുകയാണ്. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലാണ് 3 പേരെ പമ്പയിൽ നിന്നും പോലീസ് കസ്റ്റഡി എടുത്തത്. അതിനുശേഷം 9 പേരെ കൂടി പിന്നീട് കസ്റ്റഡി എടുക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തുന്നു. ഈ കേസിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. സാധാരണ 13 വയസ്സ് മുതൽ 18 വയസ്സിനകം വെച്ചാണ് 5 വർഷത്തിനിടയിലാണ് പെൺകുട്ടി പീഡനത്തിനിരയാവുന്നത്. പീഡനത്തിനിരയായ വിവരങ്ങളൊക്കെ കുട്ടി അവരുടെ പേരുകൾ, ഈ പ്രതികളുടെ പേരുകൾ ഡയറിയിൽ എഴുതി വെക്കുകയും ഒപ്പം അച്ഛന്റെ ഫോണിൽ സേവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസിനെ പെട്ടെന്ന് തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട കാര്യം. 5 സ്റ്റേഷനുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം, ശാസ്ത്രീയ പരിശോധന അടക്കം പോലീസ് നടത്തുകയാണ്. എന്തായാലും ഓരോ ഘട്ടവും ഇപ്പോൾ പല സമയങ്ങളായി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്കും ഈ പ്രതികളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കാരണം കസ്റ്റഡി എടുക്കുന്ന സംശയമുള്ള ആളുകൾ, അതുപോലെ തന്നെ പെൺകുട്ടി പേര് പറഞ്ഞിട്ടുള്ളവർ, പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകളെയാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് പോലീസ് ചോദ്യം ചെയ്യുകയും വിശദമായ പരിശോധന നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങുക. അത്തരത്തിൽ ഇപ്പോൾ 20 പേരുടെ അറസ്റ്റാണ് നടന്നിട്ടുള്ളത്. ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളും പ്രതികളാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. മൈനറായ +2 വിദ്യാർത്ഥി അടക്കമുള്ള ആളുകൾ ഈ കേസിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരം. അതായത് 13 വയസ്സ് മുതലുള്ള കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ചിലർ 30 വയസ്സുള്ളവരുണ്ട്, 21 വയസ്സുള്ളവരുണ്ട്, പല ഏജിലുള്ള ആളുകൾ ഈ പ്രതികളായിട്ടുണ്ട്. ആ 13 വയസ്സും 18 വയസ്സിനിടയിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ പ്രായം, ഏജ് എല്ലാം നമുക്കറിയാം, അതെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ മൈനറായ ആളുകൾ കൂടി ഇതിനകത്തുണ്ട്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുക. അത്തരം മെഡിക്കൽ പരിശോധന അടക്കമുള്ള ആളുകൾക്ക് പോലീസ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലുമാണ്. അതേസമയം ജില്ലയ്ക്ക് വെളിയിൽ ഉള്ള അന്വേഷണത്തെ കൂടി പോലീസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. സംസ്ഥാനം വിട്ടുപോയ ആളുകളുമുണ്ട്. ഈ 13 വയസ്സുള്ള പ്രായത്തെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ട ആളുകൾ സംസ്ഥാനം വിട്ട് വിദേശത്ത് പോയ ആളുകൾ കൂടിയുണ്ട്. അവരെ കൂടി എത്തിക്കുന്നുള്ള നടപടിയിലേക്ക് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം നവവരനടക്കമാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കല്യാണം നിശ്ചയം കഴിഞ്ഞ നവവരനടക്കം ഇന്നലത്തെ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. അതുകൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച സാഹചര്യം ഉണ്ടായി. നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ ഈ പെൺകുട്ടി വളരെ ക്രൂരമായൊരു പീഡനത്താണ് ഇരയായതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂട്ടബലാത്സംഗമാണ് 5 പേർ, ആദ്യം അറസ്റ്റിലായ 5 പേർ ഈ പെൺകുട്ടിയെ നടത്തിയത്. അത്തരത്തിൽ ആദ്യത്തെ ഈ പെൺകുട്ടിയുമായി പരിചയത്തിലായ സുബിൻ എന്ന് പറഞ്ഞ ഒരു യുവാവുമായി പരിചയത്തിലാകുന്നു. സൗഹൃദമായിരുന്നു. ആ സുഹൃത്താണ് ആദ്യം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. ആ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണിച്ചു കൊടുക്കുകയും ഒപ്പം അവരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും ഈ കുട്ടിയെ പീഡനത്തിലേക്കുന്നു. അങ്ങനെ ഒരു ചങ്ങല പോലെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ പെൺകുട്ടി പീഡനത്തിലാവുന്ന സാഹചര്യം ഉണ്ടായത്. അതെല്ലാം മാനസിക സംഘർഷത്തിലാണ് ഈ പെൺകുട്ടി, ഈ കായിക താരമായി പെൺകുട്ടി ജീവിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു സന്ദർഭത്തിൽ ഈ സന്നദ്ധ സംഘടനയോട് തനിക്ക് ചില തുറന്നു പറയാനുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ വിഷയം പുറത്തു വരികയും അത് അറിഞ്ഞതിന് ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് അറിയിക്കുകയും രജിസ്റ്റേർഡ് തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് കേസ് വളരെ വിപുലമായ സഡൻ ആക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ ആദ്യഘട്ടം തന്നെ ഈ
5 പ്രതികളെ കസ്റ്റഡിയെടുക്കുന്നു. അത് 20 മാറുന്നു. അങ്ങനെ അറസ്റ്റിലേക്ക് 20 പേര് എത്തിയിരിക്കുന്നു. എന്തായാലും ഈ നവവരനടക്കമുള്ള ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. പല ആളുകളും പല വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നതാണ്. അത്തരം ആളുകളുടെ കുടുംബങ്ങൾ കൂടി സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു കാഴ്ച കൂടി ഉണ്ട്. കാരണം അവരുടെ ബന്ധുക്കൾ, അവരുടെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ ഈ പ്രതികളുടെ ആളുകളിൽ നിന്നും ഇവിടെ വരുന്നുണ്ട്. അതൊരു വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എന്നാലും പോലീസ് ഈ പെൺകുട്ടി സൂചിപ്പിക്കുന്ന പെൺകുട്ടി പീഡാതിരയായ കാര്യങ്ങൾ വെച്ച് വ്യക്തമായ തെളിവുകൾ ഈ പെൺകുട്ടി പറഞ്ഞ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷം മാത്രമാണ് പോലീസ് അറസ്റ്റുകൾ രേഖപ്പെടുന്നത്. കസ്റ്റഡികൾക്ക് ചില ആളുകളെ സംശയത്തിന്റെ പേരിൽ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തത്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന കൃത്യമാണ് ഈ ആൾ തന്നെയാണെന്നുള്ള വ്യക്തത വന്നതിന് ശേഷമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. ശശിനാരായണൻ, ഒരു കാര്യം, ഇത് പോലീസിനെ സംബന്ധിച്ചൊരു വലിയ ദൗത്യമാണ്. അപ്പോൾ ആ ഒരു ആർജവം ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേക അന്വേഷണ സംഘം വേഗത്തിൽ ഉണ്ടായിട്ടുണ്ട്, ബാക്കി നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം പ്രത്യേക പരിഗണന നൽകി ഈ കേസ് അന്വേഷിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം സമീപകാലത്ത് ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് മുന്നിൽ, ഇങ്ങനെ ഒരു കേസ് നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടില്ല. സജിത്തെ, പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് വളരെ വേഗം തന്നെ ഈ അന്വേഷണം നടപടിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം പെൺകുട്ടിയുടെ മൊഴി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ചപ്പോൾ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ അന്വേഷണ നടപടിയിലേക്ക് പോലീസ് കടന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗത്താണ് പ്രതികളെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. 5 പ്രതികൾ അല്ലെങ്കിൽ വിദേശത്ത് കിടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് തുടരണം. അഡ്വക്കേറ്റ് വിജയമ്മ, അഭിഭാഷകയും സാമൂഹ്യ പ്രവർത്തകയും അഡ്വക്കേറ്റ് വിജയമ്മ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് വിജയമ്മ, നമുക്ക് മുന്നിൽ സമീപകാലത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. ഒരു പെൺകുട്ടി, അവരുടെ വർഷങ്ങൾക്കിപ്പുറമുള്ള മൊഴി, അതിൽ ഒരു വലിയ എണ്ണം ആളുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കവും കണ്ടിട്ട് അത് ഫലപ്രദമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഏത് രീതിയിൽ കരുതാം? കാരണം ഇത്തരമൊരു സംഭവം, ഒരു മൊഴി ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട ഒരു ജാഗ്രതയൊക്കെ അന്വേഷണ സംഘവും സർക്കാർ സംവിധാനങ്ങളും പുലർത്തിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് ഈ കേസിനകത്ത് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു മൊഴി കിട്ടിയ ഉടനെ തന്നെ അത് CWC ഒക്കെ കാര്യമായിട്ട് അത് എടുക്കുകയും പെട്ടെന്ന് തന്നെ ഒരു 4 പേരുടെ അറസ്റ്റ് ഉണ്ടായി. അതിനെ തുടർന്ന് ഇപ്പൊ 20ഓളം പേരുടെ അറസ്റ്റ് ഉണ്ടായെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയുന്നത്. വളരെ വേഗത്തിൽ തന്നെ, ഇപ്പൊ ഹണി റോസിന്റെ കേസ് പോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടിയുള്ളത്, ഈ പെൺകുട്ടിയുടെ മൊഴി വർഷങ്ങൾക്കിപ്പുറമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇതുവരെയും ആ കുട്ടിക്ക് നീതി കിട്ടാതെ പോയത്? കുട്ടി പറയാതെ പോയതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അത് സംബന്ധിച്ചുകൂടി അന്വേഷണവും നടന്നു പോവേണ്ടതല്ലേ? അത് സംബന്ധിച്ച് പരിശോധന വേണ്ടതല്ലേ? ഒരുപക്ഷെ കുട്ടി 13-ാം വയസ്സിലാണ് ആദ്യം പീഡിപ്പിക്കപ്പെടുന്ന എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിവില്ലാത്ത പ്രായത്തില് അതിന്റെ പേരില് സുബിൻ എന്ന് പറഞ്ഞ 1-ാം പ്രതി പ്രേമത്തിന്റെ വ്യാജമായ പ്രേമം നടിച്ചാണ് ഈ കുട്ടിയെ ആദ്യം പീഡിപ്പിക്കുന്നത്. അതിനുശേഷം കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും സുഹൃത്തുക്കൾ കൈമാറുകയും ചെയ്തു. അപ്പൊ അതിൽ നിന്നും അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ മുന്നോട്ടുള്ള ഈ മറ്റുള്ള ലൈംഗിക പീഡനങ്ങൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത്. 13-ാം വയസ്സുള്ള ഒരു പീഡനം പിന്നെ തുടർന്നപ്പോഴും അതൊരു ചൂഷണമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമൂഹ്യ ബോധം ആ കുട്ടിക്കോ ആ കുട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം നിർബന്ധമില്ല. അവരുടെ ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥയും ഇതിനൊരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒന്ന്, 2 പേരും കൂലിപ്പണിക്കാര് ആണ്. അപ്പൊ അവര് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ സൗഹൃദം ആരോടൊപ്പമാണ് എന്നൊന്നും അന്വേഷിക്കാനുള്ള ഒരു സാമൂഹ്യ അവബോധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ആ മാതാപിതാക്കൾക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സാമൂഹ്യ മറ്റൊരു പിന്നോക്കാവസ്ഥ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഏതൊരു കുട്ടിക്കും അത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു കൗൺസിലിങ്ങിലൂടെയാണ് അതൊരു ചൂഷണമാണെന്ന് ആ കുട്ടി തിരിച്ചറിയുന്നത്. ചൂഷണത്തെ ഇപ്പോഴെങ്കിലും ആ കുട്ടി തുറന്നു പറയാൻ കാണിച്ചതൊരു അപാര ധൈര്യം തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അഡ്വക്കേറ്റ് വിജയമ്മ, ദയവായി ഒന്ന് തുടരുക. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കൂടി നമുക്കൊപ്പമുണ്ട്, കോൺഗ്രസ് നേതാവ്, മുതിർന്ന കോൺഗ്രസ്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഈ പത്തനംതിട്ടയിൽ നിന്നും ആ പെൺകുട്ടിയുടെ മൊഴിയും തുടർന്നുണ്ടായ നടപടികളും ഇതുവരെ അന്വേഷണ സംഘം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു എന്നതാണ്. പക്ഷേ ഈ സംഭവം പുറത്തറിയാൻ വൈകി. ഒരുപക്ഷെ കുട്ടി മൊഴി നൽകിയത് ഇപ്പോൾ മാത്രം എന്നതാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യം എങ്ങോട്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവം ഉണ്ടാക്കുന്നുണ്ടോ? അതെ, തീർച്ചയായും
അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സാമൂഹ്യ സുരക്ഷ എന്നൊരു വകുപ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. സുരക്ഷാ പദ്ധതികൾ നിരവധിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പൊക്കെ തന്നെ ക്രിയാത്മകമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നതടക്കം വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ഇടയിലേക്കാണ് ക്രൂരമായ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. എത്ര സംവിധാനങ്ങളാണുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് ശാസ്ത്രീയമായി അറിയാൻ തക്കവണ്ണം അധ്യാപകർക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, സ്കൂൾ കൗൺസിലേഴ്സ് വർക്ക് ചെയ്യുന്നു. അതുപോലെ കായിക രംഗത്ത് വളരെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. കായിക രംഗത്ത് അടക്കം അതിന്റെ കായികക്ഷമതയും മാനസിക ക്ഷമതയും ഉറപ്പുവരുത്തുന്ന കൗൺസിലിങ്ങും മറ്റ് ഇടപെടലുകളും ഉണ്ട് എന്നാണ് വൈപ്പ്. അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർ ഓരോ വീടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇടപെടുന്നു, പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇടപെടുന്നു. അങ്ങനെ എല്ലാ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് ആ ഏരിയയിലുള്ള വീടുകളിലെ കുടുംബാംഗങ്ങളുമായി ഇടപഴകുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ടും രോഗവുമായി ബന്ധപ്പെട്ടുള്ള അവബോധം കൊടുക്കുന്നതിനായി സർക്കാർ സംവിധാനത്തിന്റെ ആളുകൾ നമ്മുടെ വീടുകളിലേക്ക് വരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് സാഹോദര്യവും സൗഹാർദ്ദവും ഒക്കെ ചേർന്ന സാമൂഹിക അവബോധവും പെൺകുട്ടികളുടെ അവകാശത്തെ കുറിച്ചും ഒക്കെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനത്തിന്റെയും കണ്ണിൽ ഈ കുഞ്ഞ് പെട്ടില്ല എന്ന് മാത്രമല്ല, ആ കുഞ്ഞിന് താൻ അനുഭവിക്കുന്നത് ക്രൂരതയാണ്, ഞാൻ എന്റെ അവകാശങ്ങളിൽ കടന്നുകയറ്റമാണ്, പെൺകുട്ടി എന്ന നിലയിൽ എന്നെ ചൂഷണം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ സാഹചര്യം പോലും ഒരുക്കാത്ത സംവിധാനമായി നമ്മുടെ നാട് മാറി എന്ന തിരിച്ചറിവ് അങ്ങേയറ്റം വേദനാജനവും അതിലേറെ അപകടകരവുമാണ്. ഇവിടെ ആരൊക്കെയാണ് ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോകുന്നത്? കുടുംബത്തിന്റെ സാമൂഹ്യ സാഹചര്യം കൊണ്ട് മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ പറയാമായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതി അതെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെ അല്ല എന്ന് ഓരോ ഇടങ്ങളിലും ഓർമ്മപ്പെടുത്തലുകൾ സർക്കാരിന്റെ വകുപ്പുകളായാലും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തായാലും ഒക്കെ തന്നെ സ്ത്രീ അവകാശങ്ങളെ കുറിച്ചും പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തെ കുറിച്ചും ഏറ്റവും കൺസേൺഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം ആളുകൾ 1, 2, 10 ഇത് അസംഭവ്യമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അപ്പൊ എത്രത്തോളം കരാള ഹസ്തങ്ങളാണ് ഇപ്പോഴും കേരളത്തിലെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാമൂഹിക അവസ്ഥയെ സാമൂഹിക ചെറിയ ചുറ്റുപാടിനെ ചൂഷണം ചെയ്യുവാൻ പത്തി വിടർത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങേയറ്റം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിപ്പോയി. ഇനിയിപ്പോ ഇതിൽ പറയാൻ കഴിയുന്നത് ഇതിൽ കേസിൽ ഇപ്പൊ കുറ്റവാളികളൊക്കെ കുറെ അധികം പേര് 10-40 പേരെ പിടിക്കുന്നു എനിക്ക് തോന്നുന്നു. ബാക്കി 20 പേരെ മറ്റും പിടിക്കാനുണ്ട്. പക്ഷെ ഈ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ ചാർജ് ഷീറ്റ് തയ്യാറാക്കലും കേസിന്റെ പ്രൊസീഡിങ്സ് ഇപ്പം FIR അറസ്റ്റ് ഒക്കെ അത് നടക്കും. പക്ഷെ ഈ കേസ് ശിക്ഷിപ്പിക്കാൻ എത്രത്തോളം സർക്കാർ മുൻകൈയെടുക്കും എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമായി ഞാൻ പറയുന്നു, ഇനിയൊരു പെൺകുഞ്ഞിനും ഈ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുവാൻ സർക്കാർ സംവിധാനങ്ങളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിന്ദുകൃഷ്ണയാണ് പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് വിജയമ്മ, ബിന്ദുകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മികച്ച സാമൂഹിക സാഹചര്യങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേതെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. സർക്കാർ സംവിധാനങ്ങൾ പൊതുവിൽ അങ്ങനെയാണ്. രാഷ്ട്രീയത്തിൻ്റെ ഏത് വിമർശനങ്ങൾക്കും അപ്പുറം പൊതുവിൽ ജനങ്ങളുമായി സംവദിക്കുന്ന അവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സംവിധാനങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. പക്ഷേ എന്നിട്ടും ഈ കുട്ടിയുടെ അവസ്ഥ പുറംലോകത്തേക്ക് എത്താൻ വൈകിപ്പോയി എന്ന സാഹചര്യം. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അത് കൂടുതൽ കാര്യക്ഷമമാവേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ കേസിൽ സംഭവിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ കേസിൻ്റെയൊക്കെ തുടർ നടപടികളും അതിൻ്റെ ഭാവിയും ആശങ്ക ഉണ്ടാക്കുന്നതുണ്ടോ? തുടർ നടപടികളൊക്കെ ഇനി പോലീസിന്റെ കൈകളിലാണ്. അതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ തെളിവ് ശേഖരിച്ച് അതിന്റെ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് ഇനി പോലീസിന്റെ കൈകളിലാണ്. പിന്നെ ഇത് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും താഴെ തൊട്ടിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്കാണ് ഇത് സംഭവിച്ചത്. അപ്പം എല്ലാ പറയുന്ന ഈ സർക്കാരിന്റെ സംവിധാനങ്ങളും താഴെ തട്ടിലുള്ള ആൾക്കാരടുത്ത് എത്രമാത്രം എത്തുന്നുണ്ട് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്.
അപ്പൊ തീർച്ചയായിട്ടും പോലീസാണ് ഇനിയും ആൾക്കാർ ഇതിന്റെ പ്രതികളെ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, തെളിവ് ശേഖരണം പോലീസ് കൊണ്ടുവരികയും കാലതാമസം കൂടാതെ ഒരു ട്രയൽ നടത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ കുട്ടിക്കും നമ്മുടെ സമൂഹത്തിന് നീതി കിട്ടുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ കുട്ടിയുടെ ഒരു പശ്ചാത്തലം അറിയാം. അവരൊരു കായിക താരം കൂടിയാണ്. അവരുടെ പരിശീലകൻ പോലും അവരെ ചൂഷണം ചെയ്തു എന്നതാണ് ആ കുട്ടിയുടെ പരാതി ഉണ്ടായത്. അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ ചൂഷണം ഉണ്ടാകുന്നു എന്ന ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ അച്ഛനമ്മമാരെയൊക്കെ ഒത്തിരി സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഈ പത്തനംതിട്ടയിൽ നിന്ന് വരികയും കൂടി ചെയ്യുന്നത്. ഈ പൊതു സാഹചര്യത്തിൽ ഇനി ആ കുട്ടിക്ക് നൽകേണ്ട സുരക്ഷ, ആ കുട്ടിക്ക് നൽകേണ്ട കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ എത്ര കണ്ട് ജാഗ്രത പുലർത്തണം? ഇത്തരം കേസുകളുടെ ഭാവി അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ആ കുട്ടിക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റം അനുസരിച്ച് നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം ആ കുട്ടിക്ക് അതിന്റെ പിന്നാലെ ഉണ്ടാവണം. കുട്ടിയെ റീഹാബിലിറ്റേഷൻ നടത്തണം. കുട്ടിയുടെ വിദ്യാഭ്യാസം തുടരേണ്ടതുണ്ട്. കുട്ടിയെ തിരിച്ചറിയാത്ത തരത്തിൽ അവൾക്ക് അവളുടെ സുരക്ഷിതത്വം നൽകിക്കൊണ്ട് വേണം. അല്ലെങ്കിൽ ഈ 62 പേരുടെ അഭിഭാഷകരോ അല്ലെങ്കിൽ 62 പേരോ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കേസിന്റെ പഴുതുകൾ ഉപയോഗിച്ച് തന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടാവും ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ സംവിധാനം തയ്യാറാകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ ഈ കുട്ടിക്ക് അവരെ മൊഴി പറഞ്ഞ് അവരെ ശരിയായ രീതിയിൽ നിയമത്തിന്റെ മുൻപ് കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ശരി. എൻ സുകന്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എൻ സുകന്യ, നമുക്ക് മുന്നിൽ ഈ പത്തനംതിട്ടയിലെ വാർത്ത ഉണ്ടാക്കുന്ന ആശങ്കകൾ നിരവധിയാണ്. കാരണം ആ കുട്ടിയുടെ മൊഴിയിലുള്ള ആളുകളുടെ എണ്ണം അത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവർ ചൂഷണം നേരിട്ട ഒരു വ്യക്തിയാണ്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറമാണ് അതൊരു മൊഴിയായി നൽകാൻ പോലും കഴിയുന്നത്. അപ്പം പൊതുവിൽ മികച്ച സാമൂഹ്യ സാഹചര്യങ്ങളും സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലും താഴേക്കിടയിലേക്ക് പോലും എത്തുന്നു എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംവിധാനങ്ങൾ അല്പം കൂടി കാര്യക്ഷമമാവണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ലേ? കാരണം ആ കുട്ടിക്ക് മൊഴി നൽകാൻ ഇത്രയധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ ഭീതി ഉയർത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തില് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലായിട്ട് ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇത് കേട്ടപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു സൂര്യനെല്ലി വിഷയത്തിലുണ്ടായ അന്നത്തെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട അതിനോടൊരു സമാനമായ രൂപത്തിൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള അതിക്രമമാണ് ഈ പെൺകുട്ടിക്ക് വർഷങ്ങളായിട്ട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച ആരാണെന്ന് അറിയില്ല, ഏതായാലും അവർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പിന്തുണച്ച് പറയുകയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണാ സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മഹിളാ അസോസിയേഷൻ. ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ഈ കുറ്റവാളികളെ എല്ലാം തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ശ്രമകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കുറച്ച് വർഷങ്ങൾ പിന്നിട്ടു എന്നുള്ളത് കൊണ്ടും തെളിവുകൾ വേണ്ടത്ര ചിലപ്പോൾ ലഭ്യമാവണമെന്നില്ല. മറ്റ് പലതരത്തിലുള്ള സ്വാധീനമൊക്കെ ഉപയോഗിക്കാൻ ഈ ബന്ധപ്പെട്ട കുറ്റകൃത്യം ചെയ്ത ആളുകൾ അതിന് സാധ്യത, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ പല മുൻ കേസുകളുടെ അനുഭവത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പങ്കുവെക്കുന്നത്. അപ്പോ അത്തരത്തിലല്ലാതെ ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ഈ പെൺകുട്ടിക്ക് നീതി ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളിവിടെ ചോദിച്ചതുപോലെ നമ്മൾ കുറെ കൂടി ആഴത്തിൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ ശക്തമായ സംവിധാനം ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് സ്കൂളുകൾക്കകത്തുണ്ട്. ഓരോ വാർഡിനകത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ എന്ന രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആശാ വർക്കർമാരും അതുപോലെ അംഗൻവാടി അധ്യാപകർക്ക് അവർക്ക് പ്രത്യേകമായിട്ട് ചുമതല ഇത്തരം വൾണറബിൾ ആയിട്ടുള്ള കേസുകൾ, ഞാനൊരു ജനപ്രതിനിധി കൂടി ആയതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, നമുക്ക് അത്തരത്തിലുള്ളതുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്കറിയാം ഇത് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീതിയിൽ ആകുകയാണ്. ഇതിന് വിക്ടിംസ് ആകുന്ന ആളുകൾ അവര് ഭയപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവരെ ഈ നിലയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടി ആയിരിക്കണം നമുക്ക് ഇത്തരം കേസുകൾ ഇങ്ങനെ ഇപ്പോഴും വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രം മൊഴി കൊടുക്കുന്ന ഒരു നിലയിലേക്ക് തീർച്ചയായിട്ടും വരുന്നത്.
അപ്പോ അതുകൊണ്ട് കുറെ കൂടി ഇത് ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. ഈ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എല്ലാ സംവിധാനവും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു കുട്ടി വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ സ്കൂള് ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ ഇടപഴകുന്ന കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇത് സ്കൂളിലാണ്. അപ്പോൾ അധ്യാപകർക്ക് അത് കണ്ടെത്താനും ഫോളോ അപ്പ് ചെയ്യാനും കഴിയുന്ന രൂപത്തിലേക്ക് അവിടെ സിസ്റ്റത്തിൽ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ആ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്ററിങ് കുറച്ചുകൂടി ജാഗ്രതപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ പ്രാദേശികമായിട്ടുള്ള താഴെ തലത്തിലുള്ള സംവിധാനങ്ങൾ, ഇവിടെയൊന്നും സംവിധാനങ്ങളില്ല എന്നുള്ളതല്ല പ്രശ്നം. ആ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചില ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ അലർട്ട് ആവുന്നുണ്ട്. അതല്ലാതെ ഒരു പൊതുവായി ഒരു ജാഗ്രതപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. അതോടൊപ്പം നിയമപരമായിട്ട് പോരാട്ടത്തിലേക്ക് വരുമ്പോൾ നല്ല ഒരു പിന്തുണ തുര്യനെല്ലിയിലെ പെൺകുട്ടിയുടെ അനുഭവം തന്നെ നമുക്ക് മുമ്പിലുണ്ട്. പിന്നീട് തുടർന്ന് ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആ കുടുംബം നേരിട്ട പ്രശ്നങ്ങൾ, അവസാനം സർക്കാർ സർവീസിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ജോലി കൊടുത്തതിന് ശേഷമാണ് ആ പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു പിന്തുണ ഉണ്ടാവണം എന്നാണ്, കുറ്റവാളികളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. യെസ്, അതാണ് സാഹചര്യം. ധന്യരാമൻ കൂടിയുണ്ട് നമുക്കൊപ്പം, സാമൂഹ്യ പ്രവർത്തക. ധന്യരാമൻ, നമുക്ക് മുന്നിൽ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ അനുഭവം എന്ന് പറഞ്ഞത് നമുക്ക് സമീപകാലത്ത് നമ്മൾ കേൾക്കാത്തതാണ്. അന്വേഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഈ കുട്ടിയുടെ മൊഴിക്ക് ശേഷം ഉണർന്നിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നിരവധിയധികം ആളുകൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുന്നു. ഇനി അന്വേഷണ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഇങ്ങനെ താൻ മൈനറായിരുന്നപ്പോൾ തനിക്ക് നേരിട്ട ഒരു ചൂഷണം തുറന്നു പറയാൻ ആ കുട്ടിക്ക് വർഷങ്ങൾക്ക് ഇപ്പുറം കഴിയേണ്ടി വന്നു. അത് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പൊതുവിലുള്ള സാഹചര്യങ്ങളുടെ പിന്നോക്കാവസ്ഥയാണോ ഓർമ്മപ്പെടുത്തുന്നത്? അതിനിയും കാര്യക്ഷമമാവേണ്ടതല്ലേ? സത്യത്തിൽ ഞങ്ങൾക്ക് ഈ സാമൂഹ്യ രംഗത്ത് വന്നിട്ട് 14 വർഷത്തോളമായി. അപ്പൊ ഏകദേശം 7500ഓളം കോളനികളിൽ ജനമൈത്രി പോലീസിന്റെ കൂടെ പോയി ഇത്തരം കേസുകളൊക്കെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു നമ്മളൊക്കെ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അലേർട്ട് ആവുന്ന ആൾക്കാരല്ല. നമ്മൾ ഇവിടെ തന്നെയുണ്ട്. ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ 6 പോക്സോ കേസാണ്. അത് സ്കൂൾ കുഞ്ഞുങ്ങൾ, ഒരു സ്കൂൾ കുട്ടി ഗർഭിണിയാവുക വരെ ചെയ്തു. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥയാണ് പറയുന്നത്. 6 പോക്സോ കേസാണ്. വലിയ ക്രിമിനൽ ആയിട്ടുള്ള ഗുണ്ടകളുടെ കൂടെ കുട്ടികൾ MDMA എടുക്കാനായിട്ട് ബാംഗ്ലൂർ വരെ പോയ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ട് ജയിലിലാക്കിയിട്ടേ ഉള്ളൂ. അതിൽ വിക്ടിമായിട്ടുള്ളത് 13ഉം 12 വയസ്സുള്ള ഒരു ചേച്ചി അനിയത്തിയായിട്ടുള്ള 2 പെൺകുഞ്ഞുങ്ങളാണ്. കുട്ടികൾ ഏത് വിധേനയും ഇതുപോലെ മയക്കുമരുന്നിനും അതുപോലെ റേപ്പിനും വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ പത്തനംതിട്ട ഇപ്പൊ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഞങ്ങൾ ഇടപെട്ട 2 അട്രോസിറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങളുടെ പട്ടികജാതി വിഭാഗത്തിലുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്ത കേസാണ്. ഇതൊന്നും പുറത്തറിയുന്നില്ല. ഞങ്ങൾ എപ്പോഴും മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു സർക്കാരിന്റെ പിന്തുണ കൂടി നമ്മൾക്ക് വേണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു മുന്നേ സംസാരിച്ചത് PK ശ്രീമതി ടീച്ചർ ആണോ എന്ന് അറിഞ്ഞൂടാ. ടീച്ചറാണോ? ടീച്ചറല്ല, എൻ സുകന്യാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ. അത് തന്നെ. പണ്ട് ശ്രീമതി ടീച്ചർ പിന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ ഇരിക്കുന്ന സമയത്ത് ടീച്ചറാണ് ഈ അവിവാഹിത അമ്മമാരുടെ കേസ് ആദ്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അവര് ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അന്നൊരു ഉപകാരം ചെയ്തു ഞങ്ങൾക്ക്. അന്ന് ടീച്ചർ ഇടപെട്ട് ഇത് ഭയങ്കര ഒരു വിഷയമാക്കി നിയമസഭയിലൊക്കെ കൊണ്ടുവന്ന് ചർച്ചയാക്കി. അതിനുശേഷം ഇറങ്ങിയ ശേഷമാണ് ഞങ്ങളൊക്കെ 1137 റേപ്പ് കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്യുന്നത് 2010-11 കാലഘട്ടത്തില്. പക്ഷെ ഇന്ന് ആ ഒരു സപ്പോർട്ടൊന്നും ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഇല്ല. അത് ഇല്ല എന്നുള്ള സത്യമാണ്. ഞങ്ങൾ പോകുന്ന കോളനികളിൽ എവിടെയും അങ്ങനത്തെ ഒരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടും, ജനപ്രതിനിധികളുടെ പിന്തുണ കിട്ടുന്നില്ല. ഇവരൊക്കെ ഈ കുറ്റപ്പെടുത്താനല്ലാതെ ജനപ്രതിനിധികളൊക്കെ അവർക്കെന്താ അങ്ങനെ നടന്നോണ്ട്, അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളുടെ മനസ്സറിയാൻ പോലും ഒരു മനുഷ്യനില്ല. നമുക്ക് സംവിധാനങ്ങളുണ്ട്. എത്ര കമ്മീഷനുകൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ സിറ്റിംഗും സാലറിയും മേടിക്കുന്ന ആൾക്കാരാണ്. അവർ ആ കസേരയിൽ ഇരിക്കുന്നു. ആരെങ്കിലും പരാതി കൊണ്ടുപോയാൽ മാത്രം അവരത് പരിഗണിക്കുന്നു. അങ്ങനെയല്ലല്ലോ. ഇതിന് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? നമ്മൾ എത്ര കാലം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങള് എന്നാ സർക്കാർ എന്ന ആവശ്യത്തിന് ഞങ്ങൾക്കുള്ള ഒരു പിന്തുണ, സർക്കാരിന്റെ 10 പൈസ ഞങ്ങൾക്ക് വേണ്ട. ഈ യാത്ര ചെയ്യാൻ ഈ ഉള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് വാഹനമുണ്ട്. എനിക്ക് 1-2 വാഹനമുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അല്ലാതെ ഈ ശത്രുക്കൾ ഒരു സ്ഥലത്ത് പോയി അട്രോസിറ്റിയും പോക്സോ ഒക്കെ ഇട്ട് വലിയ വലിയ ആളുകൾ നമ്മൾ ജയിലിലാക്കുമ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ജനമൈത്രി പോലീസിന്റെ സഹായം തേടുന്നത്. അതുപോലും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. പിന്നെ ആരോട് പോയി പരാതി പറയാനാണ്? ആരോട് പോയി പറയാനാണ്? ശരി, ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു ജില്ലയ്ക്കകത്ത് ഒരു കുഞ്ഞിന് 3 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 64 പേരെ കൊണ്ട് റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. വേറൊരു വിഭാഗമാണെങ്കിൽ കേരളം എന്നിങ്ങനെ ഇരിക്കുവോ? ശരി, വളരെ നന്ദി ധന്യരാമൻ എന്തായാലും പ്രതികരിച്ചതിന്. എന്തായാലും നമ്മുടെ
കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നത്. നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാവുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് നിലവിലെ അവസ്ഥ.